ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. സോ ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു ആൻഡ് ഇന്ന് ആമിയുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അപ്പം ആമിയുടെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് നമ്മളെ വിളിച്ചു. നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും വരാൻ പറ്റിയില്ല. സോ ഞാനും ഗോപും കൂടിയാണ് പോയത്. സോ നമ്മൾ 3 പേരും കൂടി അമ്പലത്തിൽ പോയി. നല്ല വലിയൊരു അമ്പലം കേട്ടോ. ഞാൻ വിചാരിച്ചു ചെറിയ അമ്പലമായിരിക്കുമെന്ന്, പക്ഷേ ഇത്രയും വലിയ അമ്പലം ചേളന്നൂർ ഭാഗത്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ പോയപ്പോഴാണ് അറിയുന്നത്. നല്ല സുഖമുണ്ടായിരുന്നു അമ്പലത്തിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നത് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു പോസിറ്റിവിറ്റി ഇവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം ഭയങ്കര പ്രകൃതി രമണീയമായൊരു സ്ഥലം, കുറേ മരങ്ങളും മാവും കണിക്കൊന്നയും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസം ഞാൻ കണിക്കൊന്ന തപ്പി നടക്കുന്നു, എവിടെയും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ വിഷുവിൻ്റെയൊക്കെ ആ ഒരു സമയമായല്ലോ. വിഷു എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫെസ്റ്റിവലാണ്. സോ ആ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടി. പിന്നെ അവിടെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. കുളത്തിലെ വെള്ളം കുറച്ച് മോശമായതുപോലെ തോന്നിയതുകൊണ്ട് നമ്മൾ കാൽ നനച്ചില്ല. ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം കുറേ ആയി കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. പക്ഷെ അത് നടന്നില്ല, കുഴപ്പമില്ല. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ചുറ്റുമൊക്കെ നടന്നു. അപ്പുറത്ത് കൂടെയൊക്കെ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആമയ്ക്ക് അറിയാം, ആമി ഇടയ്ക്കിടയ്ക്ക് വരുന്ന അമ്പലമായതുകൊണ്ട് ആൾക്കൊക്കെ അറിയാം. അപ്പോൾ അവൾ നമുക്കിങ്ങനെ എല്ലാം പറഞ്ഞു തരുമായിരുന്നു, ഇവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ വീട്ടിലേക്ക് വിട്ടു. എന്തായാലും എനിക്ക് അമ്പലം ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടി. അതിനാണല്ലോ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അങ്ങനെ അത് കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു. ചായക്ക് ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. ഒപ്പം ഇന്നലെ വെച്ച ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടി കഴിച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി വർക്ക് ഫ്രം ഹോമാണ്. വലിയ കഥയാണ്. അപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സുഖമാണ്. നമുക്ക് നമ്മളെ കംഫർട്ടിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, നമ്മളെ കാര്യങ്ങളും ചെയ്യാം, വർക്കും എടുക്കാം, എല്ലാം ചെയ്യാം. പിന്നെ എനിക്ക് കൂട്ടിന് എൻ്റെ ബണ്ണി ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവനടുത്തേക്ക് വന്നപ്പോൾ പിന്നെ ഞാൻ അവന് സൗകര്യം കൊടുത്തില്ല, കാരണം അത്രയും ക്യൂട്ട് ബേബി അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. കുറേ സമയം അങ്ങനെ പോവും. എന്ത് ചെയ്താലും ആൾക്കൊരു കുഴപ്പവുമില്ല. ആൾ എത്ര വേണമെങ്കിലും വെച്ചിരും. മറ്റുള്ളവരെ പോലെയല്ല കേട്ടോ, ഇവനൊരു പ്രത്യേക സ്വഭാവമാണ്. കുറച്ച് കഴിഞ്ഞപ്പം ആൾക്ക് ചൂട് സഹിക്കാൻ കഴിയാതെ അമ്മേൻ്റെ കട്ടിൻ്റെ മുകളിലൊക്കെ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അമ്മ കാണാഞ്ഞത് ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിടണം. പുതിയ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാര്യം നോക്കണ്ടേ. നമുക്കിപ്പം പണി കൂടുതലാണ് എനിക്കും അമ്മയ്ക്കും. അപ്പോൾ നമ്മളിനി അതിൻ്റെ പുറപ്പാടിലേക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ് എനിക്കും അമ്മയ്ക്കും കോഴിക്കുട്ടികളെ വിടുക എന്നുള്ളത്. കാരണം ആ ഒരു പ്രായം നല്ല കുഞ്ഞു മക്കളായിട്ടുള്ള പ്രായമല്ലേ. കാണാനൊക്കെ നല്ല രസമാണ്, അവരുടെ കളി കാണാൻ രസമാണ്. അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വിടാൻ വേണ്ടി. പക്ഷേ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വയ്യത്താലെ നടക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ടൈം തന്നെ പൂച്ചമക്കളെയും കൂടി വിടും. കാരണം രണ്ടിനും കൂടി സെപ്പറേറ്റ് ടൈം എടുക്കാനില്ല. ആദ്യം അമ്മ പറഞ്ഞു പൂച്ചകളെ വിടണ്ട, കോഴികളെ വിടുമ്പോൾ എന്നൊക്കെ, കാരണം അവർ ഉപദ്രവിച്ചാലോ. പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, എൻ്റെ കുട്ടികൾ എന്തായാലും ഉപദ്രവിക്കില്ല. അങ്ങനെ ഞാനൊരു ദിവസം വിട്ടു നോക്കി. പക്ഷെ ഒരു കുഴപ്പമില്ല, അവരെ ഉപദ്രവിക്കാനോ ഒന്നിനും പോകുന്നില്ല. എന്നാലും ഇടയ്ക്ക് ഇവരിങ്ങനെ നടക്കുകയും പറക്കുകയൊക്കെ കാണുമ്പം കല്ലുനും മിയക്കൊക്കെ ചെറുതായിട്ടൊരു കൺട്രോൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇല്ല, അവർ ഉപദ്രവിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ചായയൊക്കെ കുടിച്ചു. പിന്നെ മഞ്ഞ വാട്ടർമെലൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിതുവരെ മഞ്ഞ വാട്ടർമെലൺ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴും ചോപ്പ് തന്നെയാണ് വാങ്ങൽ. അപ്പോൾ നമ്മൾ അത് വാങ്ങി കഴിച്ചു. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഷോർട്ട്സും ഒക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കളറിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. ടേസ്റ്റ് എല്ലാം നമ്മൾ ആ ചുവന്ന വാട്ടർമെലൺ പോലെ തന്നെയാണ്. കളറിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ പിന്നെ പല്ലിന് ക്ലിപ്പ് ഇട്ടതുകൊണ്ട് വിചാരിച്ച പോലെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കാം, പക്ഷെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പി പൊട്ടുമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ദിവസം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാൻ പുസീനെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഗ്രൂമിങ് അല്ല, ആക്ച്വലി കംപ്ലീറ്റ്ലി ട്രിം ചെയ്യാൻ വേണ്ടി പോവാണ് രോമം. കാരണം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, അവർക്ക് ഭയങ്കരമായിട്ട് രോമം ഉണ്ടായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ കട്ട പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ എനിക്ക് പേടിയായപ്പോൾ ഞാൻ വേഗം തന്നെ അതങ്ങ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ വിചാരിച്ചു. കാരണം ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്.
അങ്ങനെ കാറിൽ കയറ്റിയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി എവിടെയോ കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്നുള്ളത്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ആ നായ്ക്കളൊക്കെ ഒച്ചയായിട്ടപ്പോൾ ടെൻഷനായി. അങ്ങനെ ഫൈനലി നമ്മൾ ചെയ്തു. ഞാൻ വിചാരിച്ചത് ഭയങ്കര അഗ്രസീവ് ആവും, സമ്മതിക്കില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ പാവം മോളാണ്, നല്ല പോലെ വെച്ച് കൊടുത്തു. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സംഭവം പെട്ടെന്ന് കഴിയുകയും ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു അവൾക്ക് സുഖമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ചെയ്യുമ്പം, അല്ലാതെ അവൾ വെച്ച് കൊടുക്കാൻ ചാൻസ് ഇല്ല എന്തോ. പക്ഷേ ഇപ്പം എന്തായാലും ആൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ആ രോമവും ജടയൊക്കെ അങ്ങ് പോയപ്പം ഒരു സുഖം കിട്ടുന്നുണ്ടാവും. പിന്നെ ചൂടുമല്ലേ. അങ്ങനെ വീട്ടിലെത്തിയപ്പം എല്ലാവരും പുസീനെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഇരിക്കുക, എന്താണ് കോലം എന്നുള്ളത്. അവളുടെ കോലം കണ്ടിട്ട് എല്ലാവരും ഞെട്ടി. അമ്മയ്ക്ക് അവളുടെ കോലം കണ്ടിട്ട് സങ്കടമാവുക. കാരണം നല്ല തൊപ്പക്കാടൻ പൂച്ചയല്ലായിരുന്നോ, ഇപ്പം എല്ലാം കൂടി എല്ലും തോലും പോലെയായി കിടക്കുന്ന കണ്ടിട്ട് സങ്കടമാവുക. പക്ഷേ അവൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. അവളുടെ ക്യാരക്ടറിനെ മാറി. കാരണം എന്തോ ഒരു റിലാക്സേഷൻ മേ ബി കിട്ടിയിട്ടുണ്ടാവും. അവളുടെ സ്വഭാവം തന്നെ മാറി. അവൾ ഭയങ്കര ഓപ്പണായി കളിക്കാനും നടക്കാനും ഒക്കെ വരുന്നു. മറ്റിങ്ങനെ മൂലയിൽ പോയിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാവത്തിന്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗ്. എൻ്റെ പുസീൻ്റെ ഈ രൂപം കൂടി കാണിച്ച് ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.